ഹായ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും മെഷർമെൻറ്റിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനത്തെ മെഷർമെൻറ്റ് കപ്പാണ് അതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലത്തെ മെഷർമെൻറ്റ് കപ്പുകൾ ഉണ്ടാക്കിയെടുക്കാം. നല്ല പെർഫെക്റ്റായിട്ട് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ മെഷർമെൻറ്റ് കപ്പ് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനത്തെ ഈ മെഡിസിനൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇങ്ങനത്തെ ഒരു അടപ്പെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടുകളിൽ മരുന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ 2.5 ml, 5 ml, 7.5 ml, 10 ml അങ്ങനെ 4 അളവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു അടപ്പിൽ നിറച്ചെടുക്കുന്നതാണ് 10 ml എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അളക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു കപ്പ് അളവ് നമ്മൾ പറയുന്ന ഒരു കപ്പാണ്, അതായത് 250 ml. അപ്പോൾ നമ്മളിങ്ങനത്തെ ചെറിയ അടപ്പിന് 25 പ്രാവശ്യം ഒഴിക്കുമ്പോഴാണ് നമുക്ക് ഒരു കപ്പ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് വെള്ളം അളന്ന് കാണിച്ചു തരാം. അതാകുമ്പോൾ നമുക്ക് നല്ല ലെവലായിട്ട് തന്നെ അളന്നെടുക്കാൻ പറ്റും. നമ്മൾ പൊടി ഐറ്റംസ് അളക്കുവാണെങ്കിലും ഇതേപോലെ തന്നെ ലെവൽ ചെയ്ത് വേണം അളന്നെടുക്കാൻ. കൂമ്പാരം കൂട്ടിയോ അല്ലെങ്കിൽ കുഴിച്ചൊന്നും നമ്മൾ എടുക്കരുത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയുള്ള 1/2 കപ്പ് 1/4 കപ്പിൻ്റെ എല്ലാം അളവുകൾ ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 25 അടപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ട കറക്റ്റായിട്ട് 250 ml കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ അളന്നെടുക്കണം. അതിനുശേഷം ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സോ അതല്ലെങ്കിൽ ഒരു കുപ്പിയോ എന്തെങ്കിലും എടുത്ത് നമ്മൾ അളന്നെടുത്ത് അതിലേക്ക് ഒഴിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യണം. ഇതിപ്പോൾ ഞാനൊരു കുപ്പി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ഒരു കപ്പ് അളവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് അളന്നെടുത്ത് വെച്ച് കണ്ടോ, വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത് കറക്റ്റ് ഒരു കപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് 1/2 കപ്പ് 1/4 കപ്പ് അളന്നെടുക്കാം. അപ്പോൾ ഇത് 1/2 കപ്പാണ്, 125 ml ആണ് വരുന്നത്. അപ്പോൾ 1/2 കപ്പ് നമുക്ക് അളക്കാൻ 12 പ്രാവശ്യം ചെറിയ അടപ്പിനെടുക്കണം. പിന്നെ ഒരു പകുതിയും കൂടി എടുക്കുമ്പോൾ നമുക്ക് 125 ml കിട്ടി. പിന്നെ ഇത് 1/3 കപ്പാണ്, അതായത് 85 ml. നമ്മുടെ ചെറിയ അടപ്പിന് 8 പ്രാവശ്യം പിന്നെ ഒരു പകുതിയും കൂടി എടുക്കുമ്പം 85 ml ആയി. ഇത് വരുന്നത് 1/4 കപ്പാണ്. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ 60 ml ആണ് വരുന്നത്. നമ്മുടെ ചെറിയ അടപ്പിന് 6 പ്രാവശ്യം എടുത്താൽ മതിയാവും. പിന്നെ ഇത് 1 ടേബിൾ സ്പൂണാണ്. 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 15 ml ആണ്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം പിന്നെ ഒരു പകുതിയും കൂടെ ചെറിയ അടപ്പിന് എടുക്കുമ്പം 15 ml ആയി. പിന്നെ വരുന്നത് 1/2 ടേബിൾ സ്പൂണാണ്, അതായത് 1/2 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നതാണ് 1 ടീസ്പൂൺ, അതായത് 7.5 ml ആണ്. അത് നമ്മൾ ഈ അടപ്പ് പാത്രത്തിന് 7.5 ml ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടോ? ഇനി ഇങ്ങനത്തെ ഒരു കപ്പാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിൽ ഈ കപ്പിന് ഒരു കപ്പ് എന്ന് പറയുന്നത് എന്തോരാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു കപ്പ് എന്ന് പറയുന്നത് കണ്ടോ, ഏകദേശം ഈ വലിയ കപ്പിന് 3/4 കപ്പോളമാണുള്ളത്. നമ്മൾ ചായ കുടിക്കാനൊക്കെ എടുക്കുന്ന അത്രയാണ് ഒരു കപ്പ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്കിനി 1/2 കപ്പ് 1/4 കപ്പൊക്കെ ഈ കപ്പ് വെച്ചിട്ടും അളന്നെടുക്കാം. അപ്പോൾ ഇനി മെഷർമെൻറ്റ് തെറ്റിപ്പോയി എന്നും പറഞ്ഞ് ആരുടെയും കേക്ക് പെർഫെക്റ്റ് ആവാതിരിക്കേണ്ട. ഇതേ രീതിയിൽ എല്ലാവരും വീട്ടിൽ മെഷർമെൻറ്റ് കപ്പ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തേക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല അടിപൊളി ഉഷാറ് വീഡിയോ ആയിട്ട് കാണാം. Thank you.